Hi all, good morning. An overview of Indian economy. Fourth chapter ആണ്. നമ്മൾ ഓൾറെഡി അത് സെമിനാർ എടുത്തതാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. എല്ലാ ഭാഗവും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. നമ്മൾ 2 പേര് വെച്ചിട്ടാണ് നമ്മൾ സെമിനാർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓരോ ഭാഗവും 2 ആളുകൾ വീതം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. അതിൽ നമ്മൾ ഇന്ത്യൻ എക്കണോമിയുടെ ഫീച്ചേഴ്സ്, അവിടെയുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ പറയുന്നത്. Indian economy since 1991. 1980s-ലും 1990s-ലും ഇടയിൽ ഇന്ത്യൻ എക്കണോമി സീരിയസ് ആയിട്ട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിരുന്നു. ഹ്യൂജ് ഫോറിൻ ഡെപ്റ്റ്, അതുപോലെ തന്നെ ട്രേഡ് ഡെഫിസിറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ റുപ്പീൻ്റെ വാല്യൂവിലുണ്ടാകുന്ന ഡിക്ലൈൻ, ലോ എക്കണോമിക് എഫിഷ്യൻസി, ഇങ്ങനെ കുറേ പ്രോബ്ലംസ് ഫേസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ഇംബാലൻസസ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പോവർട്ടി പ്രോബ്ലംസ്, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഇക്വാലിറ്റി, ഇതൊക്കെ ഈ ഇംബാലൻസസ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഗവൺമെൻറ് ഡിസൈഡഡ് ടു ഇൻട്രൊഡ്യൂസ് സം മേജർ എക്കണോമിക് റിഫോംസ്. ആ എക്കണോമിക് റിഫോംസിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസ് or liberalization or globalization. അപ്പോൾ ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറഞ്ഞാൽ 5 സ്ട്രാറ്റജീസ് ആണ് വരുന്നത്. അതിൽ പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, മാർക്കറ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആൻഡ് ടെക്നോളജി. അപ്പോൾ നമ്മൾ ഇന്ത്യൻ എക്കണോമിയെ കുറിച്ചൊരു ഓവർവ്യൂ ആണ് നടത്തുന്നത്. 1991 ശേഷമുള്ള ഇന്ത്യൻ എക്കണോമി. അതിൽ നമ്മൾ ഓരോന്നിനെ കുറിച്ചും പറയുന്നുണ്ട്. ജി ഡി പിയിൽ എത്രത്തോളം ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്, എത്രത്തോളം മാറ്റം ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ റേറ്റുകൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അതുപോലെ തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിലൊക്കെ ആദ്യമൊക്കെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൽ വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു നമ്മുടെ ഇന്ത്യയുടേത്. കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഹൈ റെക്കോർഡിലെത്തി. അതിൻ്റെ റേറ്റ് പറയുന്നുണ്ട്. ദെൻ എക്സ്റ്റേണൽ ഡെപ്റ്റ്, അതിലുണ്ടാകുന്ന വ്യത്യാസം, അതേപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ എത്രത്തോളം വർധന ഉണ്ടായിട്ടുണ്ട്. ദെൻ പെർ ക്യാപിറ്റ ഇൻകത്തിലുണ്ടാകുന്ന വ്യത്യാസം, പർച്ചേസിംഗ് പവർ പാരിറ്റി. Purchasing power parity gives an idea on the standard of living and the cost of living in a particular country. ഇപ്പോൾ പർച്ചേസിംഗ് പവർ പാരിറ്റി എന്താണ്? നമ്മുടെ രാജ്യത്തുള്ള ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതുപോലെ കോസ്റ്റ് ഓഫ് ലിവിങ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പർച്ചേസിംഗ് പവർ പാരിറ്റിയിലൂടെ. അതുപോലെ തന്നെ അഗ്രികൾച്ചറിൽ, ഇൻഡസ്ട്രി, അതേപോലെ എംപ്ലോയ്മെൻറ്റ്, ഇതിലൊക്കെ ഉണ്ടാകുന്ന ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറിൽ, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ, അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം ജസ്റ്റ് പറയാണ്. ദെൻ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ എക്കണോമിയുടെ ബേസിക് ഫീച്ചേഴ്സ് പഠിച്ചു വെക്കണം. ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ എക്കണോമിയുടെ ക്യാരക്ടറിസ്റ്റിക് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? പെർ ക്യാപിറ്റ ഇൻകം, ലോ പെർ ക്യാപിറ്റ ഇൻകം, അതുപോലെ തന്നെ ഹൈ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഹൈ ഗ്രോത്ത്, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ്, അണ്ടർ എംപ്ലോയ്മെൻറ്റ്. ദെൻ എക്സസീവ് ഡിപ്പെൻഡൻസ് ഓൺ അഗ്രികൾച്ചർ. നമ്മൾ ഇന്ത്യയിലെ ആളുകൾ എന്താണ്? മോർ ഡിപ്പെൻഡൻറ്റ് ഓൺ അഗ്രികൾച്ചർ. അബൌട്ട് 65% പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ അഗ്രികൾച്ചർ. ദെൻ ലോ പ്രൊഡക്ടിവിറ്റി, ഔട്ട്പുട്ട് പെർ വർക്കർ ലോ ആണ്. Then deficiency of capital, shortage of capital is an important problem faced by the Indians. Then service driven economy, higher poverty, then higher income inequality, technological backwardness, underutilization of natural resources, inadequate infrastructure, slow industrial development, underdeveloped money market. ഇത് ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. Then ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ ഓപ്പണിംഗ് അപ്പ് ഓഫ് ഇന്ത്യൻ എക്കണോമി. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇന്ത്യൻ എക്കണോമി ഓപ്പൺ അപ്പ് ചെയ്യാൻ ലീഡ് ചെയ്തിട്ടുള്ളത്? അതിലാണ്
ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ്. ഫസ്റ്റാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ്. നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡ്യൂറിങ് ലേറ്റ് 1980s അതുപോലെ തന്നെ ഏർലി 1990s ഇന്ത്യക്ക് ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് ഉണ്ടായിരുന്നൊരു ടൈമായിരുന്നു. This pushed the country to near bankruptcy. In response to this crisis, the best alternative was to open the economy to the outside world. Balance of payment crisis വന്നപ്പോൾ ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്, ഇന്ത്യക്ക് മുന്നിലുള്ള ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ടു ഓപ്പൺ ദ എക്കണോമി ടു ദ ഔട്ട്സൈഡ് വേൾഡിലേക്ക് നമ്മുടെ എക്കണോമി ഓപ്പൺ ചെയ്യുക എന്നുള്ളതായിരുന്നു. ദെൻ രണ്ടാമത്തെ പോയിൻ്റാണ് റൈസ് ഇൻ ഫിസിക്കൽ ഡെഫിസിറ്റ്. ഫിസിക്കൽ ഡെഫിസിറ്റിൽ ഉണ്ടാകുന്ന ഇൻക്രീസ്. അതാണ് ഇന്ത്യൻ എക്കണോമിയുടെ വേറൊരു ഓപ്പൺ അപ്പ് ചെയ്യാനുണ്ടായ വേറൊരു ഫാക്ടർ. ദെൻ ഡെപ്റ്റ് ട്രാപ്പ്. അതുപോലെ ഫിസിക്കൽ ഡെഫിസിറ്റിനെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്തു ബോറോ മണി ഫ്രം ബാങ്ക്സ് ആൻഡ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ ഒരു ഫോൾട്ടി പോളിസി മൂലം ഗവൺമെൻറ് വാസ് നോട്ട് ഏബിൾ ടു റീപേ ദ ബോറോയിങ്സ്. അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് വേരിയസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അടുത്തുനിന്ന് അതുപോലെ തന്നെ ബാങ്ക്സിൻ്റെ അടുത്തുനിന്നൊക്കെ കുറേ ബോറോ ചെയ്തു. അങ്ങനെയുള്ള പോളിസി മൂലം ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ബോറോയിങ്സ് റീപേ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഇതിനുള്ള കാരണമാണ്. ദെൻ പുവർ പെർഫോമൻസ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ പുവർ പെർഫോമൻസ്. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസോഴ്സസിൻ്റെ വെരി ലോ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. അതുപോലെ ഇറാഖ് വാർ 1991 ഇറാഖ് വാർ. അതുപോലെ റൈസ്, ഇൻഫ്ലേഷൻ, ലോ പെർ ക്യാപിറ്റ ഇൻകം, അൺഎംപ്ലോയ്മെൻറ്റ്, ഷോർട്ടേജ് ഓഫ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ, അതുപോലെ തന്നെ IMF കണ്ടീഷണൽസ്. ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ഓപ്പണിംഗ് അപ്പ് ഓഫ് ഇന്ത്യൻ എക്കണോമി. ദെൻ നമ്മൾ പറഞ്ഞ ഇന്ത്യൻ എക്കണോമി അണ്ടർ WTO റെജീം. Consequent upon India's signing of GATT agreement in 1954 and joining of WTO as a founder member in 1995, a number of issues have arisen. These issues have impact on India's interest. The government of India has adopted WTO regime in agriculture, trade and industry, intellectual property and services. അപ്പോൾ നമ്മൾ ഈ ഒരു ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് ആണ് നോക്കുന്നത്. WTO റെജീമിൽ ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടാകുന്ന എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഇഷ്യൂസ് എന്തൊക്കെയാണ്. ഒരു 4 മേജർ പോർഷൻസ്, ദർ ആർ 4 മേജർ പോർഷൻസ് റിലേറ്റിംഗ് ടു അഗ്രികൾച്ചർ ഇൻ WTO അക്കോർഡ്. അതിൽ വരുന്നതാണ് റിഡക്ഷൻ ഇൻ ഡൊമസ്റ്റിക് സപ്പോർട്ട്. അഗ്രികൾച്ചറിൽ വരുന്ന WTO ആൻഡ് ഇന്ത്യൻ അഗ്രികൾച്ചറാണ് ഫസ്റ്റ് പറയുന്നത്. അതിൽ വരുന്നത് ഫസ്റ്റ് റിഡക്ഷൻ, ഡൊമസ്റ്റിക് സപ്പോർട്ടിൽ ഉണ്ടാകുന്ന റിഡക്ഷൻ. രണ്ടാമത്തെ മാർക്കറ്റ് ആക്സസ് ആണ്. ദെൻ ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ട്രിപ്സ് ആൻഡ് ഡിസ്ബാൻഡിങ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അങ്ങനെ ഒരു 4 പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഡൊമസ്റ്റിക് സപ്പോർട്ടിൽ ഉണ്ടാകുന്ന റിഡക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ പ്രപ്പോസൽ പ്രകാരം മാക്സിമം സപ്പോർട്ട് അഗ്രികൾച്ചറിന് കൊടുക്കുന്നത് ഷുഡ് നോട്ട് എക്സീഡ് 10% ഓഫ് ദ വാല്യൂ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഓഫ് ഫോർ ഇന്ത്യ. 10%-നേക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ദെൻ മാർക്കറ്റ് ആക്സസ് പറഞ്ഞു. WTO agreement or agreement also provides for minimum access to market to the foreign suppliers. Range of this access is 3 to 5% of the domestic consumption or the existing level of imports. ഇപ്പോൾ WTO agreement പ്രകാരം എന്താണ്, മിനിമം ആക്സസ് മാർക്കറ്റ് ഫോറിൻ സപ്ലൈസിന് എന്ത് ചെയ്യും, ആക്സസ് കൊടുത്തു. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 3 to 5% ഓഫ് ദ ഡൊമസ്റ്റിക് കൺസംഷൻ്റെ 3 to 5% ആണ്. അതാണ് പറയുന്നത്. ദെൻ ട്രിപ്സ് നമ്മൾ പറഞ്ഞു, അഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇറ്റ് ആർഗ്യൂസ് ദാറ്റ് ആസ് ഫാർ ആസ് ദ പ്ലാന്റ് വെറൈറ്റീസ് ആർ കൺസേൺഡ്
including seeds. They must be protected either by patent or by an effective sui generis system or by combination of both. TRIPS എന്ന് പറഞ്ഞാൽ അഗ്രിമെൻ്റ് ഓൺ ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇതിന് പറയുകയാണെങ്കിൽ നമ്മൾ ഏതൊരു പ്ലാന്റ് വെറൈറ്റീസ് ആണെങ്കിലും എന്ത് ചെയ്യണം, ദേ മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്, അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം എന്ന് പറയുന്നത്. ദെൻ ഡിസ്പാൻഡിങ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ദ WTO accord requires the member countries to procure agricultural products at market price. WTO accord പറയുന്നത് മെമ്പർ കൺട്രീസിന് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് മാർക്കറ്റ് പ്രൈസിൽ കിട്ടണം എന്നാണ്. ഹവർ ഇൻ ഇന്ത്യ ദ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ is meant to help consumers and not the producers. ഇന്ത്യയിൽ എന്താണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മീൻ ചെയ്യുന്നത് ടു ഹെൽപ്പ് കൺസ്യൂമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്, നോട്ട് ദ പ്രൊഡ്യൂസേഴ്സ്. അതുകൊണ്ട് തന്നെ ദ ക്വസ്റ്റ്യൻ ഓഫ് ഡിസ്പാൻഡിങ് ഇന്ത്യൻ ഓൺ PDS ഡസ് നോട്ട് അറൈസ്. ഇന്ത്യയിൽ ആ ഒരു ഡിസ്പാൻഡിങ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നുള്ള വരുന്നില്ല. ദെൻ ട്രിംസ് ആൻഡ് ഇന്ത്യ എന്ന് പറയുന്നത് ഫസ്റ്റ് പറഞ്ഞത് WTO ആൻഡ് ഇന്ത്യൻ അഗ്രികൾച്ചർ, പിന്നെ ട്രിംസ് ആൻഡ് ഇന്ത്യ. ദ അഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ്, അതാണ് ട്രിംസ് എന്ന് പറഞ്ഞാൽ ദ അഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ്. Is another sensitive area in the context of Indian economy. The very purpose of TRIMS is to monitor investment measures which may have the effect of restricting and distorting trade. അപ്പോൾ ഇവിടെ ട്രിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. Provisions regarding TRIMS are not different from those which we have already incorporated in our new economic policy 1991. There's not much problem with regard to TRIMS. This is because we are already moving on the path of liberalization. Then മൂന്നാമത്തെ social clause and India ആണ്. ഫസ്റ്റ് WTO and Indian agriculture, then TRIMS and India, then third social clause and India. Social clause stands for protecting labor standards. Labor standards protect ചെയ്യുക. More specifically prohibition of employment of children in hazardous industries. എന്താണ് അപകടകരമായിട്ടുള്ള ഇൻഡസ്ട്രീസിൽ എന്ത് ചെയ്യുക, ചിൽഡ്രന് കുട്ടികളെ ജോലി ചെയ്യുന്നത് പ്രൊഹിബിറ്റ് ചെയ്യുക. അതുപോലെ പ്രൊവൈഡ് ആഡിക്വേറ്റ് വേജസ് പ്രൊവൈഡ് ചെയ്യുക. ഹെൽത്തി ആൻഡ് ഹൈജീനിക് വർക്കിംഗ് കണ്ടീഷൻ, വൃത്തിയുള്ള ഹെൽത്തി ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് സോഷ്യൽ ക്ലോസിൽ വരുന്നത്. ദെൻ ട്രിപ്സ് ആൻഡ് ഇന്ത്യ എന്ന് പറയുന്നത് നാലാമത്തതാണ്. ദ ട്രിപ്സ് സെക്ഷൻ ഓഫ് ദ WTO അഗ്രിമെൻറ്റ് കവേഴ്സ് certain types of intellectual property rights. ട്രിപ്സ് ആൻഡ് ഇതിൽ ഒരു ചില ടൈപ്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് കവർ ചെയ്യുന്നത്. അതിൽ വരുന്നത് കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്ക്, ട്രേഡ് സീക്രട്ട്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആൻഡ് പേറ്റൻസ്. അതിൽ ട്രിപ്സിൽ കവർ ചെയ്യുന്ന കുറച്ച് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ്. ഒന്ന് കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്ക്, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്, പേറ്റൻസ്. ദെൻ അഞ്ചാമത്തേതാണ് ട്രിപ്സ് ആൻഡ് ഇന്ത്യ കഴിഞ്ഞ് അഞ്ചാമത്തെ WTO ആൻഡ് ഇന്ത്യൻ ഇൻഡസ്ട്രി. In the industrial sector, the WTO agreement makes it necessary for India to modify its patent law. Under the present Indian Patents Act, in certain products like food and pharmaceuticals, the patent is limited to the method or process of manufacturing. This means that a medicine is developed and patented by a firm in a foreign country may be manufactured and marketed by a firm in India if the manufacturing process used is different from the original one. അപ്പോൾ നമ്മൾ ഈ ഒരു ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ WTO ആൻഡ് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ പറയുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ പേറ്റൻസ് ലോ. ഇപ്പോൾ പ്രസൻറ്റ് ഇന്ത്യൻ പേറ്റൻസ് ആക്ടിൽ ചില പ്രോഡക്ട്സ്, ഇപ്പോൾ ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ കേസിലാണെങ്കിൽ പേറ്റൻറ്റ് ഈസ് ലിമിറ്റഡ് ടു ദ മെത്തേഡ് ഓർ പ്രോസസ് ഓഫ് മെത്തേഡിനെ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിനെ ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു മെഡിസിൻ നമ്മുടെ ഫേം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ എ ഫേം ഇൻ എ ഫോറിൻ കൺട്രിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു മരുന്നാണെങ്കിൽ ഇറ്റ് മേ ബി മാനുഫാക്ചർ മാർക്കറ്റ് ബൈ ഫേം ഇൻ ഇന്ത്യയിലുള്ള ഫേമിന് നമുക്കത് മാനുഫാക്ചർ ചെയ്യാൻ മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഇഫ് ദ മാനുഫാക്ചറിങ് പ്രോസസ് യൂസ്ഡ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ഒറിജിനൽ വൺ. അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഒറിജിനലായിട്ട് അവർ യൂസ് ചെയ്ത മാനുഫാക്ചറിങ് പ്രോസസ്സ് യൂസ് ചെയ്യാതെ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് എന്താണ്, ആ ഒരു പ്രോസസ്സിലേക്ക് മാത്രം റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളതാണ്.
Then അടുത്ത കേസാണ് WTO ആൻഡ് സർവീസ് സെക്ടേഴ്സിലൊക്കെ ഇൻഷുറൻസ്, അതുപോലെ തന്നെ ബാങ്കിങ്, ടെലികമ്മ്യൂണിക്കേഷൻ ഈസ് ബാക്ക്വേർഡ് ഇൻ ഇന്ത്യ ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഡെവലപ്ഡ് കൺട്രീസ്. Therefore, inclusion of trade in services is detrimental to the interest of India. Then implications for India as a member of WTO. Arguments. പിന്നെ പറയുന്നത് നമ്മൾ arguments for joining WTO. WTO join ചെയ്യുക, അതിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയണേ. അതിൽ പറഞ്ഞത് the guard secretary estimate the largest increase in the level of merchandise trade in goods will be the areas of clothing, agriculture, forestry and fishery products and processed food and beverages. നല്ലൊരു ഇൻക്രീസ് പല കാര്യങ്ങളും ക്ലോത്തിങ്, അഗ്രികൾച്ചർ, ഫോർ ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഇന്ത്യസ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ലൈസ് ഇൻ ദീസ് ഫീൽഡ്സ്, ഇന്ത്യയുടെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഈ ഫീൽഡിലൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഹെൻസ് ഇറ്റ് ഈസ് ലോജിക്കൽ ടു ബിലീവ് ദാറ്റ് ഇന്ത്യ വിൽ ഒബ്റ്റെയിൻ ലാർജ് ഗെയിൻസ് ഇൻ ദീസ് ഏരിയാസ്. അപ്പോൾ തന്നെ അഗ്രികൾച്ചറൽ എക്സ്പോർട്സ് ഫ്രം ഇന്ത്യ വിൽ ഇൻക്രീസ് ഡ്യൂ ടു റിഡക്ഷൻ ഇൻ അഗ്രികൾച്ചറൽ സബ്സിഡീസ് ആൻഡ് ബാരിയേഴ്സ് ടു എക്സ്പോർട്ട് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. അഗ്രികൾച്ചർ എക്സ്പോർട്ട് കൂടി. അതുപോലെ തന്നെ ഇന്ത്യ ഹാസ് ദ മാർക്കറ്റ് ആക്സസ് ടു എ നമ്പർ ഓഫ് അഡ്വാൻസ്ഡ് കൺട്രീസ് ഡ്യൂ ടു ഇമ്പോസിഷൻ ഓഫ് ദ ക്ലോസസ് റിലേറ്റിംഗ് ടു ട്രേഡ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. ഇന്ത്യക്ക് എന്ത് ചെയ്യുന്നു, നമ്പർ ഓഫ് അഡ്വാൻസ്ഡ് കൺട്രീസിൽ മാർക്കറ്റ് ആക്സസ് ഉണ്ടായി. അതേപോലെ തന്നെ വിത്ത് ദ WTO മെമ്പർഷിപ്പ് ഇന്ത്യ ഹാസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഹാവിംഗ് ട്രേഡ് ലിങ്ക്സ് വിത്ത് ഓൾ അതർ മെമ്പർ കൺട്രീസ് വിത്തൗട്ട് ദ നീഡ് ഓഫ് ബൈലാറ്ററൽ അഗ്രിമെൻറ്റ്സ്. WTOയിൽ മെമ്പർ ആയതോടുകൂടി നമുക്ക് എന്ത് ചെയ്യുന്നു, പല മെമ്പർ കൺട്രീസിലേക്കും ട്രേഡിൻ്റെ ഒരു ലിങ്ക് ഉണ്ടാവാൻ സഹായിച്ചു. Then India's textile and clothing exports would increase due to dismantling of multi-fiber arrangement in 2001. India textile and clothing എന്ത് ചെയ്തു, അതിൻ്റെ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ആർഗ്യുമെൻറ്റ്സ് ഫോർ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് ഓരോ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ്, ഡിസഡ്വാൻറ്റേജസ്, ഇന്ത്യക്ക് ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജസ് ആണ്. ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് ആണ് പിന്നെ പറഞ്ഞത്. ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് WTO അതിൽ വരുന്നത് ഡിസഡ്വാൻറ്റേജസ്, ഇന്ത്യക്കുണ്ടായ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. അതിൽ ഓരോ പോയിന്റും പറയുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രോഡക്റ്റ് പേറ്റൻസ് ഇൻ ഇന്ത്യ വിൽ ലീഡ് ടു ഷാർപ്പ് ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് ഡ്രഗ്സ് ബൈ ദ MNCs who have the product patent. The price of agriculture inputs will also increase. This will affect the poor people. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് പേറ്റൻറ്റ് വന്നതോടെ പ്രോഡക്റ്റ് പേറ്റൻറ്റ് വന്നപ്പോൾ പ്രൈസ് ഡ്രഗ്സിൽ MNCs എന്ത് ചെയ്തു, ഡ്രഗ്സിൻ്റെ പ്രൈസൊക്കെ വളരെയധികം കൂട്ടി. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇൻപുട്സിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അതൊക്കെ പുവർ പീപ്പിളിനെ അഫക്റ്റ് ചെയ്തു. അതുപോലെ ഫ്രീ മാർക്കറ്റ് ആക്സസ് ആൻഡ് ദ റിമൂവൽ ഓഫ് ഓൾ റെസ്ട്രിക്ഷൻസ് ഓൺ ഇമ്പോർട്ട്സ് വുഡ് അഡ്വേഴ്സലി അഫക്ട് ദ ഫാമിംഗ് കമ്മ്യൂണിറ്റി. ഇപ്പോൾ ഫ്രീ ആയിട്ട് മാർക്കറ്റ് ആക്സസ് ഇമ്പോർട്ട്സിന് എല്ലാ റെസ്ട്രിക്ഷൻസും റിമൂവ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, അത് ഫാമിംഗ് കമ്മ്യൂണിറ്റിനെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്തു. Then India can't compete with the developed countries in the international market of agricultural commodities. Agricultural commodities international മാർക്കറ്റിൽ നിന്നും കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങനെ കുറേ ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് പോയിന്റ് വൈസ് ആയിട്ട് പറയുന്നുണ്ട്. ദെൻ ഇന്ത്യൻ എക്കണോമിയുടെ മേജർ ഇഷ്യൂസ് ആണ് പറയുന്നത്. മേജർ ഇഷ്യൂസ് ഇന്ത്യൻ എക്കണോമി. മേജർ ഇഷ്യൂസ് നമ്മൾ നേരത്തെ ആ ഒരു ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. പെർ ക്യാപിറ്റ ഇൻകം ലോ, അതുപോലെ ഹൈ പ്രൊഡക്ഷൻ ഓഫ് പീപ്പിൾ, ലോ പോവർട്ടി ലൈൻ, ഹൈ പ്രൊപ്പോർഷൻ ഓഫ് ദ പീപ്പിൾ ആൻഡ് പീപ്പിൾ ബിലോ ദ പോവർട്ടി ലൈൻ, അതേപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയിൽ നിന്ന് ലോ ലെവൽ, പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, പോപ്പുലേഷൻ പ്രഷർ, then low agricultural productivity, lack of heavy industries, parallel economy, unequal distribution of income and wealth. ഇതൊക്കെ എന്താണ് മേജർ ഇഷ്യൂ, ഇന്ത്യൻ എക്കണോമിയിലുള്ള മേജർ ഇഷ്യൂസ് ആണ്. അതൊക്കെ തന്നെയാണ് ആ ഫീച്ചേഴ്സിലും ക്യാരക്ടറിസ്റ്റിക്സിലും നമ്മൾ പഠിച്ചിട്ടുള്ളത്. ദെൻ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ നെക്സ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് ഭാഗം
അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യയാണ്. അൺഎംപ്ലോയ്മെൻറ്റ്, ഇന്ത്യയിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ്. ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് നമുക്കറിയാം, it is a situation when people are willing to work and able to work are not gainfully employed in any productive activity. ആളുകൾ വില്ലിങ് ആണ്, ഏബിൾ ആണ്, പക്ഷെ അവർക്ക് തന്നെ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി ഇല്ലാത്തൊരവസ്ഥ. ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ ദ ലേബർ മാർക്കറ്റ് where the supply of labor is greater than its demand. ലേബർ മാർക്കറ്റിൽ എന്ത് ചെയ്യുക, സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവാകുന്ന ഒരു അവസ്ഥയാണ് അൺഎംപ്ലോയ്മെൻറ്റ്. അതിൽ പല കോസസ് ഉണ്ട്. കോസസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് വരുന്നുണ്ട്. കോസസിൽ എന്താണ്, പോപ്പുലേഷൻ പ്രഷർ, കൂടുതലായുള്ള ആളുകൾ, പോപ്പുലേഷൻ ഇൻക്രീസ്, അതുപോലെ തന്നെ സ്ലോ ഗ്രോത്ത് റേറ്റ് ഓഫ് എക്കണോമി, അതുപോലെ ഇൻഅപ്രോപ്രിയേറ്റ് ടെക്നോളജി, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഇൻഅപ്രോപ്രിയേറ്റ്നെസ്, റൂറൽ അർബൻ മൈഗ്രേഷൻ, അതുപോലെ ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിൽ ഡിക്ലൈൻ, ഡിഫക്റ്റീവ് എംപ്ലോയ്മെൻറ്റ് പ്ലാനിങ് ആൻഡ് മാൻ പവർ പ്ലാനിങ്. ഇതൊക്കെ എന്താണ്, കോസസ് ആണ്, ഇന്ത്യയിൽ ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കോസസ് ആണ് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞ റെമഡിയൽ മെഷേഴ്സ് എന്തൊക്കെ എടുക്കാൻ പറ്റും, എന്തൊക്കെ റെമഡിയൽ മെഷേഴ്സ്. റെമഡിയൽ മെഷേഴ്സ് അതിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് പറയുന്നുണ്ട്. റൂറൽ വർക്ക്സ് പ്രോഗ്രാം, മാർജിനൽ ഫാമേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ ലേബേഴ്സ് പ്രോഗ്രാം MFAL, ഇൻ്റഗ്രേറ്റഡ് ഡ്രൈ ആൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് IDLAD പ്രോഗ്രാം, ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീംസ്, ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം, ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് IRDP എക്സെട്ര. അതുപോലെ ജവഹർ റോസ്ഗർ യോജന, നെഹ്റു റോസ്ഗർ യോജന, സ്വരൺ ജയന്തി ഷഹരി റോസ്ഗർ യോജന, അങ്ങനെ കുറേ ഒരു 10-20 പ്രോഗ്രാംസ് ഉണ്ട്. Then underemployment. Underemployment is a term used to describe those who take part-time jobs but are seeking full-time employment, are those who take jobs below their capacity. People with education and skills accept unskilled jobs rather than remaining unemployed. For example, an engineering graduate is working as a lower division clerk. Underemployment എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് അല്ലാതെ അതിനും താഴെ ഉള്ളൊരു ജോബ്, നമുക്ക് അതിനുള്ള കഴിവുണ്ട്, സ്കില്ലുണ്ട്, പക്ഷെ എന്താണ്, നമുക്ക് നമ്മളെ കപ്പാസിറ്റി, നമ്മുടെ സ്കില്ലനുസരിച്ചുള്ള ജോലി കിട്ടാതെ ലോവർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നമ്മൾ വർക്ക് ചെയ്യുക, അണ്ടർ എംപ്ലോയ്മെൻറ്റ്. അൺസ്കിൽഡ് ആയിട്ടുള്ള ജോബ്സിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുക, നമുക്ക് എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ളൊരു ജോബിൽ എത്താത്തൊരവസ്ഥ. ദെൻ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇസ് ദ സിറ്റുവേഷൻ വെർ ഓൾ അവൈലബിൾ റിസോഴ്സസ് ഇൻ ദ എക്കണോമി ആർ എംപ്ലോയ്ഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദെൻ നമ്മൾ പറഞ്ഞത് പോവർട്ടിയാണ്. പോവർട്ടി, അതിലുള്ള എന്താണ് പോവർട്ടി, അതിന് ടൈപ്സ് ഓഫ് പോവർട്ടി പറഞ്ഞു. അബ്സല്യൂട്ട് പോവർട്ടി, വെൻ പോവർട്ടി ഈസ് ടേക്കൺ ഇൻ അബ്സല്യൂട്ട് ടേംസ് ആൻഡ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ദ ഇൻകം ഓർ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡിസ്ട്രിബ്യൂഷൻ, ഇറ്റ് ഈസ് അബ്സല്യൂട്ട് പോവർട്ടി. ദെൻ റിലേറ്റീവ് പോവർട്ടി, വെൻ പോവർട്ടി ഈസ് ടേക്കൺ ഇൻ relative terms and is related to the distribution of income or consumption expenditure, it is relative poverty. then അതിൻ്റെ കോസസ് നമ്മൾ പറഞ്ഞു. എക്കണോമിക് കോസസ്, അതുപോലെ തന്നെ സോഷ്യോ കൾച്ചറൽ കോസസ്, പൊളിറ്റിക്കൽ കോസസ്, പിന്നെ ഗവൺമെൻറ് പ്രോഗ്രാംസ്. എന്തൊക്കെ ഈ ഒരു പോവർട്ടി അലിവിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെ എടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് പ്രോഗ്രാംസ്, ഗവൺമെൻറ് പ്രോഗ്രാംസ്. ദെൻ ഇൻഇക്വാലിറ്റി, ഇന്ത്യയിലുള്ള ഇൻഇക്വാലിറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇൻഇക്വാലിറ്റിക്കുള്ള കോസസ് ഓഫ് ഇൻഇക്വാലിറ്റീസ് ഇൻ ഇന്ത്യ. ദെൻ പറയുന്നത് ഇൻഫ്ലേഷനാണ്. ഇൻഫ്ലേഷൻ പറഞ്ഞാൽ എന്താണ്, സിംപ്ലി റെഫേഴ്സ് ടു റൈസ് ഇൻ പ്രൈസ്. It is a general and continuous increase in prices.
ഇൻഫ്ലേഷൻ ഇസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ വാല്യൂ ഓഫ് മണി ഇസ് ഫോളിങ്. എന്താണ് വാല്യൂ ഓഫ് മണി ഫോളോ ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് പ്രൈസസ് റൈസ് ചെയ്യും, നമ്മുടെ മണി വാല്യൂ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥ. അതിൽ ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ പറഞ്ഞു നമ്മൾ. അതിൽ വരുന്ന ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ സപ്ലൈ കണ്ടീഷൻസ്, അതുപോലെ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് സ്പീഡ് ഓഫ് ഇൻഫ്ലേഷൻ. ദെൻ കോസസ് പറഞ്ഞു. കോസസ് ഓഫ് ഇൻഫ്ലേഷൻ എന്തൊക്കെയാണ്, ഇന്ത്യയിലുള്ള ഇൻഫ്ലേഷനുള്ള കോസസ്. അതിൽ നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഇൻക്രീസ്, അതുപോലെ പ്രൈവറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ ഇൻക്രീസ്, എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുക, ടാക്സേഷൻ റിഡ്യൂസ് ചെയ്യുക, അതുപോലെ വേജസ് സാലറീസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുക. അങ്ങനെ കുറേ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ദെൻ എന്തൊക്കെയാണ് മെഷേഴ്സ്. മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്, അതിൽ മോണിറ്ററി മെഷേഴ്സ് ഉണ്ട്. അതിൽ പറഞ്ഞത് ബാങ്ക് റേറ്റ് റേസ് ചെയ്യുക, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുക, വിൽക്കുക, ഓപ്പൺ മാർക്കറ്റിൽ ടാക്സസ് ഇൻക്രീസ് ചെയ്യുക, പബ്ലിക് ബോറോയിങ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഓവർ വാല്യൂഷൻ ഡൊമസ്റ്റിക് കറൻസി, ഇൻക്രീസ് സേവിങ്സ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ദെൻ പാരലൽ എക്കണോമി എന്താണെന്ന് പറഞ്ഞു. പാരലൽ എക്കണോമി. The parallel economy is based on unaccounted money of the people. This unaccounted money is known as black money. Black money is nothing but money generated transactions which are hidden from government in order to avoid tax. ഇപ്പോൾ ബ്ലാക്ക് മണി എന്താണ്, പാരലൽ എക്കണോമി എന്ന് പറയുന്നത് അൺഅക്കൗണ്ടഡ് മണി ഓഫ് ദ പീപ്പിൾ ആണ്. അപ്പോൾ അതൊരു റെക്കോർഡിലും ഉണ്ടാവില്ല. എന്താണ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്നുള്ള ടാക്സസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ മണി റെക്കോർഡ് ചെയ്യാതെ എന്ത് ചെയ്യുക, ട്രാൻസാക്ഷൻസ് ഒക്കെ ഒന്ന് ജനറേറ്റ് ചെയ്യും. മണി ജനറേറ്റഡ് ട്രാൻസാക്ഷൻ വിച്ച് ആർ ഹിഡൻ ഫ്രം ഗവൺമെൻറ്. ഗവൺമെൻറ്റിൽ നിന്നും മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവരെന്ത് ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നില്ല. അതിനുള്ള കോസസ്, ബ്ലാക്ക് മണി ഉണ്ടാവാനുള്ള കോസസ് പറഞ്ഞു. അതുപോലെ പാരലൽ എക്കണോമിയുടെ റോളും പറയുന്നുണ്ട്. പാരലൽ എക്കണോമി നമുക്ക് എന്താണ് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, പക്ഷേ അതിൻ്റെ റോള്, അതിന് ചെറിയൊരു ഭാഗം ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഇൻകം, ജോബ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ സേവിങ്സ് പ്രൊമോട്ട് ചെയ്യുക, ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനെ കുറച്ച് അതിൻ്റെ റോളായിട്ടും പറയുന്നുണ്ട്. അതുപോലെ പാരലൽ എക്കണോമിയുടെ ഇമ്പാക്റ്റ്, നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ്, എവിൾ എഫക്റ്റ്, പാരലൽ എക്കണോമിയുടെ പ്രശ്നങ്ങൾ, ഡ്രോബാക്സ് അതും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഗവൺമെൻറ് എടുത്ത് പാരലൽ എക്കണോമി എടുത്ത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുത്തിട്ട് മെഷേഴ്സ്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഒക്കെ ഓരോരുത്തരും എടുത്ത ഭാഗം ആണ്. ആ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതാത്തവരെന്ത് ചെയ്യുക, ആ ഭാഗം നോട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓരോരുത്തർ എഴുതിയ ഭാഗം ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.